ഗുഡ് മോർണിംഗ്. ഹലോ. എൻ്റെ പേര് ധനുഷ്. അപ്പോൾ ഞാൻ ഇന്നോട്ടൊരു വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചു. വേറൊന്നുമില്ല, ഇന്നോട്ടല്ല, കുറേ കാലം കൊണ്ട് വിചാരിക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. സമയം കിട്ടാറില്ലായിരുന്നു. ഓരോ ഓട്ടങ്ങളായിരുന്നു. ഇടയ്ക്ക് അല്ലാതെ ഞാൻ ചെറിയ ചെറിയ റീൽസൊക്കെ ചെയ്യും എന്നല്ലാതെ ഒരു ഡെയിലി ലൈഫും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതത്ര സക്സസ്ഫുൾ ആയിട്ടില്ല. എനിവേ ഞാൻ വിചാരിച്ചു, ഇപ്പം ഞാൻ കടന്നു പോകുന്ന വഴിയിൽ ഞാനിപ്പോൾ ആഫ്രിക്കയിലാണ് നിൽക്കുന്നത്. ആഫ്രിക്കയിൽ ഗാന എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അതും ഗാന എന്ന സ്ഥലത്ത്, ഗാന എന്ന് പറഞ്ഞാൽ അടിപൊളി രാജ്യമാണ്, അടിപൊളി രാജ്യമാണ്. പക്ഷേ ഞാൻ നിൽക്കുന്നത് വില്ലേജിലാണ്. പക്ഷേ വില്ലേജും നല്ല ക്ലീൻ വില്ലേജാണ്. ആഫ്രിക്കയിൽ കണ്ടത് വെച്ചിട്ട് ഏറ്റവും നല്ല ക്ലീൻ വില്ലേജും ആഫ്രിക്ക ഈ ഗാനയിലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടിവ ഗാന ബോർഡറിലുള്ളൊരു വില്ലേജിലാണ്. സോ ഞാൻ ഇവിടെ വന്നേക്കുന്നത് പറയും ക്യാഷ് പറങ്ങാണ്ടി എടുക്കാനാണ്. ഇംഗ്ലീഷ് ക്യാഷ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ വായ തിരിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് പറങ്ങാണ്ടി എടുക്കാൻ വന്നതാണ്. എടുത്തു. ഓൾമോസ്റ്റ് എൻ്റെ കൺസൈൻമെൻറ്റ് തീരാറായി. അപ്പോൾ ലാസ്റ്റ് രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഞാൻ കരുതി ഒരു നിങ്ങളെല്ലാം കാണിക്കാം എന്താണ് ഞാനിവിടെ ചെയ്യുന്നത് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അങ്ങനെ തീരുമാനിച്ചാണ് പെട്ടെന്ന് വീഡിയോ എടുത്തു തുടങ്ങാം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു. അപ്പോൾ രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ട്, പോകാൻ റെഡിയായിട്ടിരിക്കുക. നമ്മുടെ കൂടെയുള്ള രണ്ടന്മാരെ കാണുന്നില്ല, അവന്മാർ വന്നാലേ പോകാൻ പറ്റൂ. അവന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് ഞാൻ കാണിച്ചു തരാം. ആഫ്രിക്കയിലൊരു വീട് നോക്കണേ, കണ്ടോ? ഇവിടെ ഞാൻ താമസിക്കുന്നത്. ഇവിടുത്തെ ഓരോ പുതിയ ഒരു വീട്ടിൽ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഇവിടെയുണ്ട്. പറയില്ലേ തനി ഗ്രാമമാണ്, റേഞ്ചില്ല. പക്ഷെ ഇവിടുത്തെ ജീവിതം കാണുമ്പോൾ 10-20 വർഷം മുമ്പുള്ള നമ്മുടെ കേരളം എങ്ങനെയാണ് ആ ഒരു തോന്നൽ വരും. ഇവിടെ ഇപ്പോഴും 2G ഇൻ്റർനെറ്റൊക്കെയാണ് ഉപയോഗിക്കുന്ന ആൾക്കാർ. ഇവിടെ അവർക്കതൊന്നും ബോധേടല്ല. നമ്മുടെ നാട്ടിലൊക്കെ പെട്ടെന്നില്ല 4G വന്നു, 5G. ഇവിടെ ഇപ്പോഴും 4G ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവർക്കതൊന്നും വിഷയമല്ല. ഒരു ഇൻ്റർനെറ്റിലൊന്നും ബോധേടല്ല. വൈകുന്നേരം ഒരു രസമാണ്. നമുക്ക് നെറ്റ് ഉപയോഗിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ ഗ്രൗണ്ടുണ്ട്, ഗ്രൗണ്ടിൽ പോയിട്ട് വേണം നെറ്റ് ഉപയോഗിക്കാൻ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവിടെ ചെന്നാൽ അവിടെ ഒരു ടവറേ ഉള്ളൂ, ആകെ ഒരു ടവറേ ഉള്ളൂ, കുഞ്ഞൻ ടവർ. ആ ടവറിലാണ് എല്ലാവരും വന്നിരുന്നത്. വൈകുന്നേരം അവിടെ ഒരു കൂട്ടമായിട്ടിരുന്ന ആൾക്കാർ ഫോൺ യൂസ് ചെയ്തിട്ട് പോകുന്നത്. പക്ഷേ നമ്മളങ്ങനെയൊക്കെയാണ്, നമ്മൾ വീട്ടിനകത്തിരുന്ന് ഉപയോഗിച്ച് വൈഫൈ ഇതൊന്നും ഇല്ലാത്തൊരു ലോകമുണ്ട്. ഇതൊക്കെ കാണണം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഇതൊന്നും ഇല്ലാത്ത, ഞാൻ ചിന്തിക്കാത്തൊരു ലോകത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത് വിചാരിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. നമ്മളിപ്പോൾ എനിക്ക് വന്ന് 8-9 വർഷം കൊണ്ട് നമ്മളെല്ലാം ഇൻ്റർനെറ്റ് നമ്മുടെ നാട്ടിൽ സജീവമാണ്. അതിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം വന്നു. അതായത് ഒരു ദിവസം എനിക്കിപ്പോൾ ലാസ്റ്റ് ടൈം ഞാനൊക്കെ കഴിഞ്ഞ മാസം വരെ ഞാൻ എല്ലായിടത്തും അല്ല ആഫ്രിക്കയിൽ, പക്ഷേ ഉള്ളിലോട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഗാനയിൽ എന്ന് പറഞ്ഞാൽ ഗാനയിൽ സിറ്റിയിലോട്ടൊക്കെ പോയാൽ നല്ല ഇൻ്റർനെറ്റ് സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഉള്ളിലോട്ട് ഇവിടുത്തെ ജീവിതങ്ങൾ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ബുർക്കിന എന്ന രാജ്യത്ത് നിന്നപ്പോഴും ഇൻ്റർനെറ്റ്, അതായത് ഡെയിലി അവിടെ വൈഫൈ ഒക്കെ ഉള്ളതുകൊണ്ട് ഡെയിലി 1-2-3 GB ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഉപയോഗിക്കാൻ 200 MB 300 MB, അതും പലയിടത്തതായിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഫോൺ കൊണ്ട് ചാരി വെച്ചിട്ടാണ്. എൻ്റെ ബന്ധുക്കൾക്ക്, ഈവൻ എൻ്റെ ബ്രദറിനായാലും എൻ്റെ വൈഫിനായാലും എൻ്റെ മിക്ക ആൾക്കാരും, എൻ്റെ ഓൾമോസ്റ്റ് എല്ലാവരും, ചേച്ചിയായാലും ചേട്ടാ, അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെ ഫോൺ ഉപയോഗിക്കുന്നത്, എങ്ങനെ അവരെ കോൾ ചെയ്യുന്നതെന്ന്. അവരെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാര്യം ഞാനൊരു കസേര വിളി സാധനം കൊണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാനത് കുറേ ദിവസം എടുത്ത് ഇങ്ങനെ കറങ്ങി നടന്ന് കണ്ടുപിടിച്ചതാണ്. ആ ഒരു മൂലയ്ക്ക് ഒരു നമ്മുടെ വെയർ ഹൗസിൻ്റെ ഒരു മൂലയ്ക്ക് മാത്രം ഇൻ്റർനെറ്റ് കിട്ടും, വേറെ എങ്ങും ഇൻ്റർനെറ്റ് അവൈലബിൾ അല്ല. അവിടെ ഞാൻ എൻ്റെ സെക്കൻഡറി ഫോൺ വെച്ചിട്ട് അതിനകത്ത് നെറ്റ് എടുത്ത് ഹോട്ട്സ്പോട്ട് ഉണക്കിയിട്ടാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതൊക്കെ വേറെ ലൈഫാണ് അത്. പക്ഷേ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാര്യം ഇതുവരെ കിട്ടാതെ അങ്ങനെ പെട്ടെന്നൊരു 10 വർഷം ബാക്കിലോട്ട് പോയ ഒരു ഫീൽ. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അതൊരു വേറെ ലൈഫാണ്. സോ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വിചാരിച്ചു അമ്മയെ നോക്കിയിരിക്കുന്നില്ല, ഞാൻ സൈക്കിൾ എടുത്തു. അപ്പോൾ സൈക്കിൾ എടുത്ത് ഞാൻ വിചാരിച്ച് സൈക്കിളിൽ പോവാം. അവന്മാരിനെ എപ്പോൾ വരുന്നൊരു പിടിയില്ല. സോ ഞാൻ നിങ്ങളെ സൈക്കിളിൽ പോയി കാണിച്ചു തരാം. ഷേക്കിങ് ഉണ്ടാവും, വേറൊന്നും വിചാരിക്കുന്നു. റോഡില്ല. പിന്നെ ഈ സാധനം കണ്ടോ, ഇതാണ് ഇവരുടെ ദേശീയ ഫുഡ്. ഇവർ അരിയാഹാരത്തെക്കാട്ടും കൂടുതൽ കഴിക്കുന്നത് ഇതൊക്കെയാണ്. അതായത് ഇവർ പറയും പ്ലാന്റെയിൻ.
എനിക്ക് കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ ഏത്തക്ക ഇറങ്ങുന്നത് ഏത്തക്ക തന്നെയാണ്. പിന്നെ അതിനപ്പുറത്ത് കിഴങ്ങുണ്ട്, യാം. ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ്. ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഈ സാധനമാണ്. ഇവർക്ക് ഏറ്റവും ഇഷ്ടം ഇത് തന്നെയാണ്. ഈവൻ നമ്മളൊക്കെ ചോറ് കൂടുതൽ കഴിക്കുന്നത്, ഇവർ ചോറ് കൂടുതൽ കഴിക്കില്ല. ഒരു ദിവസം ചീനി പുഴുങ്ങിക്കൊണ്ട് തന്നായിരുന്നു, അതിൻ്റെ കൂടെ മുളകൊക്കെ ഉടച്ച്. പക്ഷെ കൊള്ളായിരുന്നത്. ഇവിടെ കള്ളന്മാരുടെ ശല്യം ഉണ്ട്, പക്ഷേ അത് കുറവാന്ന് പറയാം. നമുക്ക് വലിയ റിസ്ക് ഇല്ല ഇവിടെ. കള്ളന്മാരുണ്ടെന്ന് വെച്ചാൽ കള്ളന്മാരുണ്ട്, എനിക്കറിയത്തില്ല. നീ പോകുന്ന വഴിക്ക് എന്നെ നോക്കി വെച്ചിരുന്ന് ഫോണൊക്കെ പിടിച്ചോണ്ട് പോകുന്ന ഒരു വിശ്വാസമില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ ഈ വീഡിയോ എത്രമാത്രം ക്ലിയർ ആകുന്നൊരു പിടിയില്ല. സൈക്കിൾ ഔട്ടുന്നതുകൊണ്ട് ഷെയ്ക്കിങ് വരാൻ ചാൻസ് കൂടില്ല. ഷെയ്ക്കിങ് ഉണ്ടാവും. സിമ്പലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാണ്. ഇവിടെ സൈക്കിൾ ഔട്ടുന്നാണെങ്കിൽ ഞാൻ അവിടെ കാറൊക്കെ ഓടിച്ചു കേട്ടോ. അവിടെ കാറൊക്കെ ഓടിച്ചു കേട്ടോ. ഷോട്ട്. പിന്നെ വേറെ ഹൗസിൽ പോകുന്ന വഴി. സ്റ്റൈലാട്ടോ അതിൻ്റെ. നമ്മളെൻ്റെ പിള്ളേരെ കിട്ടിയിരിക്കുന്നു. വൺ ഈസ് ക്വാമെ. ഇതാണ് ഞാൻ പറഞ്ഞ 2 പേര്. ഒരു വെള്ളം എടുക്കാൻ വന്നതാണ്. നിങ്ങളടുത്ത് വെള്ളം എടുക്കുന്ന വീഡിയോ കാണിച്ചിട്ടില്ലല്ലേ? യെസ്, ഓക്കെ. ഓപ്പൺ ഇറ്റ്. Okay. I just waiting for you there. Yo, put the fuel in the car. Fuel. I will buy one bottle. One bottle. Okay. This is Kwame. This is another my other friend. Sukra. Okay. Your secretary, is she putting down? I don't know. I will see. I'm coming. And this is sorry, English പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഗ്രാമത്തിലെ വെള്ളത്തിൻ്റെ സംഭവം. കണ്ടോ, കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത്, ഒരു കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരെല്ലാം ഇവിടെ നിന്നാണ് വെള്ളം എടുത്തിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളും തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളമെല്ലാം ഇവിടെ നിന്ന് എടുക്കുന്നത്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ജീവിതം ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇവിടുത്തെ. വെള്ളം വേണമെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഇത് പൈസയ്ക്ക് കേട്ടോ, ചെറിയ പൈസയുള്ളൂ. പക്ഷെ എന്നാലും പൈസ കൊടുത്തേ നമുക്ക് മേടിക്കാൻ പറ്റൂ. നമുക്കുള്ള വെള്ളം തന്നെ നമ്മുടെ കാറിനകത്ത്. ഇത് നമ്മുടെ കാർ ഇവിടുത്തെ പടക്കുതിര. നമ്മുടെ കാറിനകത്ത് വെള്ളമുണ്ട്. അതിനകത്ത് നമ്മൾ സ്റ്റോർ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ആൾക്കാർ വീട്ടിലേക്ക് അവരവരുടെ വീട്ടിലേക്കുള്ള വെള്ളം കൊണ്ടുപോവുകയാണ്. ഇതാ പറഞ്ഞു, ഇതാ ഇവിടുത്തെ ജീവിതം. ഇതാണ് ഇവിടുത്തെ ജീവിതം. ആൾക്കാർ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ കണക്ക് തന്നെ വെള്ളം. ഇവർക്ക് വീട്ടിലൊന്നും പ്രത്യേക കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. വാട്ടർ കണക്ഷനോ സംഭവങ്ങളൊന്നുമില്ല. ഇവരെല്ലാം ഇവിടെയുള്ള ഇതിലൊക്കെ ഒരു 3-4 എണ്ണം കാണും. 3-4 എണ്ണം ഉണ്ട് ഈ ഏരിയ ഫുള്ള്. അപ്പോൾ ഇത്ര വീട്ടുകാർക്ക് ഇത്ര അങ്ങനെ കണ്ടാണ് എൻ്റെ ഒരു അറിവ്. എൻ്റെ അറിവെല്ലാം ശരിയാണോന്നില്ലേ, ഞാൻ എൻ്റെ അറിവിൻ്റെ ഇതിൽ പറയുകയാണ്. ഇത്ര വീടുകാർക്ക് ഇത്ര ഇത് അങ്ങനെ എന്തോ സംഭവമാണ് അല്ലേ.
ഈ രാവിലത്തെ സൈക്ലിംഗ് സൂപ്പറാണ്. പക്ഷേ ഈ കുളിച്ചിട്ട് ചവിട്ടുമ്പോൾ വിയർക്കും, അല്ലെങ്കിലും വിയർക്കും. ഇവിടെ നല്ല ചൂടാണ്. അയ്യ കിതച്ച് ഇങ്ങനെ കുറേ കാലമായി സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് അമ്മ പോകുന്നത് അങ്ങനെ ഇരിക്കും. അതാണ് നമ്മുടെ വർക്ക്. പിള്ളേർ രാവിലെ പരിപാടി തുടങ്ങി. ഇതാണ് ഓഫീസ്. വന്നിട്ടുണ്ട് എൻ്റെ അമ്മച്ചി. ഇതാണ് നമ്മുടെ വോൾ വെയർഹൗസ്. സാധനമെല്ലാം ഉണക്കുന്ന വിട്ടാണ്. ഇതാണ് നമ്മുടെ ഓഫീസ്. ഒരാളുണ്ട്. ദിസ് ഈസ് ആലീസ്. ആലീസ് ഫ്രം ഗാന. What are you using it for? I do a day vlog. Yeah, Alice. Alice is such a good girl. She is a good and pretty girl. Are you talking? Right? Yeah. Okay, ഇതാണ് നമ്മുടെ ഓഫീസ്. ഒരു സംഭവമൊന്നുമല്ല, ഒരു മോയ്സ്ചർ മീറ്ററിന് കുറേ സാമ്പിളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു കറങ്ങുന്ന കസേരയുണ്ട്, ഒരു ഫാനും ഉണ്ട്. ഇത്രയൊക്കെ ഉണ്ട് പരിപാടി. ഇതൊക്കെയാണ് ഞാൻ ജോലി തുടങ്ങാൻ പോയത്. രാവിലെ കട്ടിങ്ങുണ്ട്, ക്വാളിറ്റി. അപ്പോൾ നമ്മളിങ്ങനെ എത്ര പഞ്ചായത്തി ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യും. ഇത് 20 വെച്ചാണ്. അപ്പോൾ ഇതാണ് ഈ അടുക്കി വെച്ചേക്കുന്നതാണ്. ഇതാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 186 പറഞ്ഞാണ്ടിയുണ്ട് 1 കിലോ റോ ക്യാഷ് എടുക്കുമ്പോൾ. അതിനകത്തുള്ള കണ്ട കവടി എടുത്തോണ്ട് ഇരിക്കും. ഇനി ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് അതിനകത്ത് നമ്മൾ ക്വാളിറ്റി ഇങ്ങനെ ചെക്ക് ചെയ്യും. Cameraman. ഇതാണ് പേടിക്കുന്നു വേണ്ട. Delu, I will not help you. Come close. ഇതാണ് നല്ല സാധനം. ഇതിന് കട്ടി നോക്കുമ്പോൾ നമുക്കിത് അറിയാൻ പറ്റും. പോട് വല്ലതും ഉണ്ടോ, കേട് വല്ലതും ഉണ്ടോ. ഇത് സൂപ്പർ ഗുഡ് വൺ. അടുത്ത് വന്നോളെ. നെക്സ്റ്റ് ഒന്ന് കട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. Yes, this one is good. It's good, eh? ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കി നോക്കും. അപ്പോൾ ഇളക്കി നോക്കുമ്പോൾ എൻ്റെ തൊലിയുടെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ബട്ട് ഇത് ഗുഡ് നല്ലതാണ്. ഗുഡ്. നിങ്ങളെ ഡാമേജ് കാണിക്കണം, പക്ഷേ ഡാമേജ് വരുന്നില്ല. ഡാമേജ് കുറവായിരിക്കും. Abi ara aba o ruti ni ana o da ko kamera
ആ ഇതാണ് ഡാമേജ്. ഇതിനകത്ത് വരുന്ന ഡാമേജ് ഇതൊക്കെയാണ്. ഇത് നമ്മൾ എടുക്കുന്നില്ല, ഇത് നമ്മൾ എത്ര പോയി. റൈസ് ഓക്കെ. You give me some of your leaves. My no leaves. The boy, finish. ഓക്കെ, ടേക്ക് ദ പ്ലേറ്റ്. അപ്പോൾ എനിക്കുള്ളതെന്ന് കഴിക്കാൻ മേടിച്ചുകൊണ്ട് സാധനം കണ്ടു. ഇവിടെ ഫുഡൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. പ്ലാസ്റ്റിക് കവർ നമ്മുടെ നാട്ടിലെ കണക്ക് Gotcha. ഹൈജീനിക്ക് നോക്കി നടന്നാൽ വിശപ്പ് മാറത്തില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ ഫുഡ് കിട്ടുന്നത്. പോയി മേടിക്കുമ്പോൾ ചോറും രാവിലത്തെ കഴിക്കുന്നുണ്ട്. കറി ചിക്കൻ ഫ്രൈ കാണും, പിന്നെ കുറേ ഇലയും കാണും. പുള്ളിക്കാരി അത് തന്നെ മേടിച്ചു. എനിവേ കഴിച്ചിട്ട് വരാം. ചിക്കൻ്റെ ലെഗൊക്കെയാണ്. Egg. You like? മുട്ടയുണ്ടല്ലോ ഇതിനകത്ത്. നമ്മുടെ നാട്ടിലെ ബിരിയാണി എന്നൊക്കെ പറയും. എന്നെ കളി നമ്മുടെ നാട്ടിലെ ബിരിയാണി എന്നൊക്കെ പറയാം. ബിരിയാണിയൊന്നും അല്ല, എന്തോ തക്കാളി സോസൊക്കെ ഉണ്ടാകും. പക്ഷെ കൊള്ളാം. ഇവിടെ ഒന്ന് വായിച്ച് ശീലമായി. Okay, do my pan. Jollof. No. And this one also is not red plantain. It's green. Mantodo. That's why I buy only one. So,